അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക, എന്നിട്ട് പെണ്ണെന്ന് പേരും. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. ഇവരെ വെച്ച് തന്നെ തുടങ്ങാം. ഇവരെ രണ്ടുപേരെയും ജഡ്ജിങ്ങിനെ കുറിച്ച്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. കാവ്യ മാധവൻ ഓർ മഞ്ജു വാര്യർ എന്നുള്ള ചോദ്യത്തിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം ദിലീപ് ഓർ പൾസർ സുനി എന്നുമല്ലാതിരിക്കുന്നു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചോദ്യം വേണമെങ്കിൽ ചോദിക്കണ്ട, ചോദിച്ചോ വേണ്ട, കണ്ടാത്തോണ്ട. പിന്നെ ലക്ഷ്മിയുടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മിയുടെയും ശോഭയുടെയും ഇംഗ്ലീഷിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ചെറിയൊരു ബ്രിട്ടീഷ് ആക്സെന്റ് കയറിയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം. ശ്രദ്ധിച്ചില്ലേ? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ. ശോഭ പുറത്തു പോയിട്ട് പറയുന്ന കേട്ടു, "Can I have one glass of chai and പഴംപൊഴി" എന്തോ പറഞ്ഞ അല്ലേ? എന്റെ ദൈവമേ, അവിടെ ഒടുക്കത്തെ ഒരു ഇംഗ്ലീഷ്. എന്റെ തലവിധി. എന്റെ ഇംഗ്ലീഷിന് എന്താ കുഴപ്പം? ശോഭ പഴംപൊരിയുടെ ഇംഗ്ലീഷ് അറിയില്ലേ? ബനാന ഫ്രിറ്റേഴ്സ്. ഒരു അപേക്ഷയുണ്ട്, നീ ഇംഗ്ലീഷ് പറയരുത്. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഫാഷൻ ഷോ ആണ് ഞാൻ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് കണ്ടത്. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? തിരിച്ചറിവ് ഒരു പാഠമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചക്കാഴ്ചക്ക് ഫാഷൻ ഷോ കാണണം, എവിടെയെങ്കിലും പോയിട്ട്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. അന്ന് ഇതുപോലത്തെ ജഡ്ജിമാരും കുറെ ചോദ്യങ്ങൾ ഉണ്ടാവാതിരുന്നാൽ മാത്രം. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. കാവ്യ മാധവൻ ഓർ മഞ്ജു വാര്യർ ഓർ ഭാവന, വാട്ട് ഈസ് എ വുമൺ? തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? ഹു ആർ യു, വാട്ട് ആർ യു ഡൂയിങ്? ഇതൊക്കെയാണോ ചോദ്യം? നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടോന്ന്? ഇല്ല, ഷാൻ ചേട്ടനോട് എനിക്ക് പറയാനുള്ളത്, അതെയോ, ഷാൻ ചേട്ടന്റെ പ്രശ്നം, ഷാൻ ചേട്ടൻ എനിക്കുള്ള ഒരു കോമണാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും സത്യം മാത്രമേ പറയുള്ളൂ. എനിക്ക് ആ പടം ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. എന്താണ്? എനിക്ക് ഭയങ്കര ഇഷ്ടവും ബഹുമാനമാണ് ശ്രീനിവാസൻ സാർ. അതെ, ശ്രീനിവാസൻ സാറിന് എങ്ങനെ ഇങ്ങനെ ഒരു മോനുണ്ടായെന്ന് എനിക്ക്. താനൊന്ന് ഇങ്ങോട്ടിട്ടു, ഞാൻ തിരിച്ചൊന്ന് അങ്ങോട്ട് വിട്ടു, തീർന്നു. തൽക്കാലം ഇത്രയും മതി, വരട്ടെ. എന്താ നോക്കി നിൽക്കുന്ന? ഗോ ടു യുവർ ക്ലാസസ്.